അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിന്ന് ഒരു മനോഹരമായ കഥയിലൂടെ യാത്ര തുടങ്ങാം. കഥയുടെ പേര് ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയകഥ. ഇത് സാധാരണ ഒരു പ്രണയകഥയല്ല. വിശ്വാസവും സത്യസന്ധതയും ത്യാഗവും അള്ളാഹുവിലുള്ള ഭക്തിയും നിറഞ്ഞ ഒരു പരിശുദ്ധ ജീവിതകഥയാണ്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി നമുക്ക് ഈ മനോഹരമായ കഥയിലേക്ക് കടക്കാം. വിശുദ്ധ മക്കയിലെ കോടീശ്വരിയായ കച്ചവടക്കാരിയാണല്ലോ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മക്കത്ത് ഒരു പരസ്യം നടത്തി. തന്റെ കച്ചവട സംഘത്ത് ഒരു വിശ്വസ്തനായ നേതാവിനെ വേണം എന്ന്. ആ പരസ്യത്തിന്റെ പ്രതിഫലമെന്ന വണ്ണം മഹദിയുടെ വീട്ടിലേക്ക് പലരും കടന്നു വന്നു. ഖദീജ ബീവിക്ക് അവരെ ആരെയും അത്രക്ക് പിടിച്ചില്ല. കാരണം സത്യസന്ധയായവർക്കാണല്ലോ ബീവി മുൻഗണന കൊടുക്കുന്നത്. അങ്ങനെയിരിക്കെ ഈ പരസ്യം അറിഞ്ഞ മൂത്തപ്പയായ അബൂ ത്വാലിബിന്റെ കൂടെ ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ഖദീജ ബീവി ഒരിക്കലും കരുതിയിരുന്നില്ല റസൂലുള്ളാഹിന്റെ വരവ് ഈ പരസ്യം കണ്ടിട്ടാണെന്ന്. മറ്റെന്തോ ആവശ്യത്തിനാണ് വന്നതെന്ന് കരുതിയ ബീവിയുടെ മുന്നിൽ അബൂ ത്വാലിബ് കാര്യം അവതരിപ്പിച്ചു. ഖദീജ, നിന്റെ പരസ്യം കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഒരു സത്യസന്ധനായ വ്യക്തിയായാണ് ആവശ്യമെങ്കിൽ എന്റെ അൽ അമീനായ ഈ മകനെ കവച്ചുവെക്കാൻ ഈ മക്കത്ത് മറ്റാരുള്ളത് ഖദീജ? അതുകൊണ്ട് സാമ്പത്തികമായി കുറച്ച് പിന്നിലായ എൻ്റെ കുടുംബത്തിന് അത്താണിയാകും എൻ്റെ മുഹമ്മദിന് ജോലി കിട്ടിയാൽ എന്ന് അബൂ ത്വാലിബ് പറഞ്ഞപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.